ഗൾഫിൽ പാകിസ്ഥാനികൾക്ക് നാം മലയാളികൾ നൽകിയ ഇരട്ടപ്പേരാണ് പച്ച. എന്നാൽ മരുഭൂമിയെ പച്ച പുതപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ സമ്മാനിച്ചതാകട്ടെ ഒരു പാക് പൗരനും. ആ വിചിത്രമായ ദൈവനിയോഗത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. മരുഭൂമിയിൽ എന്തുകൊണ്ട് ചെടികൾ തഴച്ചു വളരുന്നില്ല? ഉത്തരം ലളിതമാണ്. ചെടികൾക്ക് വളരാൻ ആവശ്യമുള്ള വെള്ളം ഇവിടെ ലഭ്യമല്ല. എങ്കിൽ പിന്നെ മരുഭൂമിയെ ഹരിതാഭമാക്കാൻ എന്താണൊരു പോംവഴി? ഷാർജ മൈസലൂണിൽ താമസിക്കുന്ന പാകിസ്ഥാൻ സ്വദേശി മുഹമ്മദ് താഹിറിനെയും ഏറെ നാൾ അലട്ടിയ ചിന്തയാണിത്. ഒരു പരസ്യ കമ്പനിയിലെ PR വിഭാഗം ഉദ്യോഗസ്ഥനായ താഹിറിന്റെ മനസ്സ് മരുഭൂമിയിൽ ഒരു ഹരിതവനം സ്വപ്നം കണ്ട് കാടുകയറി. ഒടുവിൽ 2 വസ്തുതകൾ താഹിർ തിരിച്ചറിഞ്ഞു. ഒന്ന്, മരുഭൂമിയിലും 2 മീറ്റർ താഴേക്ക് കുഴിച്ചാൽ ജലസാന്നിധ്യമുണ്ട് എന്നത്. 2, പല സസ്യങ്ങൾക്കും അത്രയും നീളത്തിൽ വേരില്ലാത്തതാണ് അവയ്ക്ക് മരുഭൂമിയിൽ വളരാൻ തടസ്സമെന്നും. ഇവ രണ്ടും കൂട്ടി വായിച്ച താഹിറിന്റെ മനസ്സിൽ ചില ഐഡിയകൾ നാം വിട്ടു. ഒരു ഐഡിയ കൊണ്ട് ജീവിതം മാറിമറിയും എന്നല്ലേ പരസ്യവാചകം? എന്നാൽ മുഹമ്മദ് താഹിറിന്റെ ഐഡിയ മാറ്റിമറിക്കുന്നത് UAE-യുടെ കാർഷിക രംഗമാണ്. നീണ്ട ഗവേഷണത്തിനൊടുവിൽ സസ്യങ്ങളുടെ വേരുകൾ 2 മീറ്ററിൽ കൂടുതൽ വളർത്താൻ ഇദ്ദേഹം ഒരു എളുപ്പവിദ്യ വികസിപ്പിച്ചെടുത്തു. പ്ലാസ്റ്റിക് കുഴലുകൾ തീർത്ത് ഗാവുമരത്തിന്റെ വിത്തുകൾ മണ്ണും വളവും കലർത്തി കുഴലിൽ നിക്ഷേപിച്ചു. സാധാരണ സസ്യോൽപാദന കേന്ദ്രത്തിലെ 6 മാസത്തെ കാത്തിരിപ്പിനു ശേഷം വേരുകൾ പരിശോധിച്ച താഹിറിന്റെ മനസ്സ് ഒരു ശാസ്ത്രജ്ഞന്റെ ബോധത്തോടെ ദൈവത്തെ സ്തുതിച്ചു. 2 മീറ്ററോളം വളർന്ന വേരുകൾ മരുഭൂമിക്കിണങ്ങുന്നതാണെന്ന് ശാസ്ത്രലോകവും വിധിയെഴുതി. വേരുകളുടെ ഇത്തരത്തിലുള്ള വളർച്ചയിൽ അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. അതോടെ ഒരു പുതിയ അറിവ് താഹിറിലൂടെ ശാസ്ത്രലോകത്തിന് ലഭിക്കുകയായിരുന്നു. Here big problem in UAE. Everything is amazing. Everything is for praise. But one thing is very bad. That is a hot climate. When hot climate is come, everybody disturbed. Even rich people, even poor people, even labor. All people disturbed. So I think if I will do something for this thing, so it is a big job. So I start my searching. What I plant in the middle of the bushes. So there was only one thing. This root go 1 meter, more than 1 meter down. After this is the safe from the heat. So I say I will search some substitute how to make its root long. So I make this one tube. It's go straight down 1.5 meter down. So my root is 1.5 meter. And it is not right left. So after that I cut this tube from down, and then I dig one big digging hole in the soil. ചെടികൾ നട്ടതിനു ശേഷമുള്ള ജലസേചനവും ആവശ്യമില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. കണ്ടുപിടുത്തവുമായി വിവിധ എമിറേറ്റുകളിലെ മുനിസിപ്പാലിറ്റികളിൽ താഹിർ കയറിയിറങ്ങി. 2012-ൽ ദുബൈ മുനിസിപ്പാലിറ്റി മരുഭൂമിയിലെ കാർഷിക രംഗത്തിന് ഇദ്ദേഹം നൽകിയ സംഭാവനയെ അംഗീകരിച്ചു. പിന്നെ അവാർഡ് നൽകി ആദരിച്ചു. താമസസ്ഥലത്തിനടുത്തുള്ള മരുഭൂമിയിൽ താഹിർ തന്റെ വിദ്യ ഉപയോഗിച്ച് നട്ട ചെടിയാണിത്. യാതൊരു നനയുമില്ലാതെ അത് വളർന്നെന്ന് പറയുമ്പോൾ താഹിറിന്റെ ആത്മവിശ്വാസം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ സ്ഥിരമായി തന്റെ വീട്ടിൽ പ്ലാസ്റ്റിക് കുഴലുകളിൽ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും സസ്യങ്ങളും വളർത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചറിഞ്ഞ് ഷാർജ എമിറേറ്റും അജ്മാൻ എമിറേറ്റും ഇത്തരത്തിൽ വളർത്തിയ ചെടികൾ വാങ്ങാൻ മുന്നോട്ട് വന്നു. ഷാർജയിലെ വിവിധ ഭാഗങ്ങളിൽ ചെടികൾ പിടിപ്പിക്കാനുള്ള ചുമതലയും താഹിറിന് നൽകിയിട്ടുണ്ട്. പേരാലും ഗാവും ആര്യവേപ്പും തുടങ്ങി വലിയ വൃക്ഷങ്ങൾ പോലും ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കാനാവുമെന്ന ഈ മനുഷ്യന്റെ വലിയ വാക്കുകൾ അറബ് രാജ്യങ്ങൾക്കും ലോകത്തിനൊന്നാകെയും പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്.